അങ്ങനെ മാനസയും കൊണ്ട് അകത്തേക്ക് വന്ന് ജയ മാനസിയോട് പറയുന്നുണ്ട്, മോൾ എന്തായാലും ആ സമയത്ത് പോലീസിനോട് അങ്ങനെ പറഞ്ഞു നന്നായി, ഇല്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളായേനെ. മാനസ പറയുന്നുണ്ട്, എനിക്ക് ആ സമയം അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നു ഇല്ലെങ്കിൽ ഇന്ന് ആന്റിയും സൂര്യയും ഒക്കെ ഒരു പക്ഷേ ജയിലിൽ പോകേണ്ടി വന്നേനെ. അപ്പോൾ അവിടേക്ക് സൂര്യയും ഭാവനയും ദേവനും കൂടി കടന്നു വരികയാണ് കേട്ടോ. ഭാവന പറയണ്ടേ, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഉണ്ടാവാൻ പോകുന്നത്. സേതുവേട്ടൻ പോയി വീട്ടിൽ പറയുമ്പോൾ അമ്മയൊക്കെ ഇനി എന്തൊക്കെയാണാവോ വിചാരിക്കാൻ പോകുന്നത്. ആ സമയത്ത് വല്യച്ഛനും വല്യമ്മയും കയറി വന്നില്ലെങ്കിൽ ഇത്രയൊന്നും പ്രശ്നം എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ എന്തായാലും അമ്മ അറിയും എന്ന് പറയാൻ. അല്ലെങ്കിൽ വിജയപത്മനും ജാനകിക്ക് ആവശ്യമില്ലാത്തത് സംസാരിക്കൽ ഇത്തിരി കൂടുതലാണെന്ന് പറയട്ടെ ജയ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അവരിപ്പോ പഴയ സ്വഭാവമെല്ലാം മാറ്റി. ഇവിടെ അവർ ഇടപെട്ടതിൽ എന്താണ് തെറ്റ്? അവരെങ്കിലും അത് കേൾക്കുന്ന ആരായാലും പ്രതികരിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. സൂര്യ പറയുന്നത്, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാനസ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിച്ച് നിൽക്കുകയാണ്. ഇനി നമ്മൾ അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. എന്നെങ്കിലും ഒരിക്കൽ സത്യം പോലീസിനോട് പറയേണ്ടി വന്ന പിന്നീട് അവിടെ പോയി നമ്മൾ എന്ത് പറഞ്ഞാലും അജിത് സർ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയട്ടെ ഭാവന. സൂര്യ പറയുന്നുണ്ട്, എന്തെങ്കിലും സത്യം പറയേണ്ട ഒരു അവസ്ഥ വന്നു നമ്മൾ പറയേണ്ടി വരും, അപ്പോൾ അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് മാനസ ആകെ ടെൻഷൻ ആവാൻ കേട്ടോ. ഇതിപ്പോൾ ഇതുവരെ ഉള്ളതിനേക്കാളും പ്രശ്നം കൂടുതലാവാൻ പോവുകയാണല്ലോ ആന്റി എന്ന് പറയാണ്. മോൾ എന്തായാലും അതൊന്നും ആലോചിച്ച് ഇപ്പോൾ വിഷമിക്കാൻ. നീ വിഷമിച്ചാൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും അത് ദോഷമാണ്. നിന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ. ഇത് കേൾക്കുമ്പോൾ സൂര്യ ചോദിക്കുന്നു, ഇനി എന്താ അവർക്കും പോയി ക്യാഷ് കൊടുക്കാനാണോ പ്ലാൻ? ഞാൻ ക്യാഷ് കൊടുക്കാനാണെന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. പിന്നീട് ജയയും സൂര്യയും കൂടി വഴക്കാവാണ്ട് അവസാനം ദേവൻ പറയുന്നുണ്ട്, സൂര്യ നീ ഇവിടെ നിൽക്കണ്ട, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നീ അകത്തേക്ക് പൊയ്ക്കേ എന്ന് പറയാൻ. അങ്ങനെ സൂര്യയും ഭാവനയും കൂടി അകത്തേക്ക് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ ജാനകി പറയുന്നുണ്ട്, നമ്മളെല്ലാം മാനസയെ കണ്ണടച്ച് വിശ്വസിച്ചാണ് തെറ്റ്. അവൾ നമ്മളെല്ലാവരും ചതിക്കുകയായിരുന്നു. മാനസയെ കൂട്ടിപ്പിടിച്ച് ജയ ഭാവനക്കെതിരെ നല്ല കളി കളിക്കുന്നുണ്ട്. ഇത്രയും വലിയ അധികപ്പറ്റായിട്ട് എന്തിനാണ് അവൾ അവിടെ കഴിഞ്ഞു കൂടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭാനുവും മായൊക്കെ പറയുന്നുണ്ട്, എനിക്കും അറിയുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചേച്ചി ശരിക്കും പ്രതികരിക്കേണ്ടതാണല്ലോ, പിന്നെ എന്തിനാണ് അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് ഞാൻ ഓർക്കുന്നത് എന്ന് പറയാണ്. അതിന് ഭാവനയ്ക്ക് എന്തെങ്കിലും അധികാരം അവിടെ ഉണ്ടായിട്ട് വേണ്ട, എല്ലാം ജയല്ലേ തീരുമാനിക്കുന്നത്. അവൾ ഇപ്പോൾ പഴയ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്, പല നിമിഷങ്ങളിലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് ജാനകി പറയുന്നുണ്ട്, ഇനി അവിടെ സംഭവിക്കാൻ എന്താ പോകുന്നത് ഞാൻ പറയാം. ജയനിർമ്മൽ എന്തായാലും മാനസയെ അവിടെ നിന്നും ഇറക്കിവിടാനൊന്നും പോകുന്നില്ല. അവളുടെ കുഞ്ഞിന്റെ അച്ഛനാണെന്നും അവർക്കറിയില്ല. പക്ഷെ ഭാവനയെ അവിടെ നിന്നും ഇറക്കിവിടാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ എങ്ങാനും അവർ സംഭവിച്ചാൽ, ഭാവനയെ അപായപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ ശ്രമിച്ചാൽ ഈ ജാനകി ആരാണെന്ന് ശരിക്കും അവൾ അറിയും. അങ്ങനെ മാനസയും ജയയും കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യാൻ കേട്ടോ. എല്ലാം കേട്ട് ഗായത്രിക്ക് ആകെ ടെൻഷൻ നിൽക്കുകയാണ്. അങ്ങനെ അവർ ഫോൺ എടുത്തതിന് ശേഷം ഭാവനയെ വിളിക്കുകയാണ്. ഭാവനയായിട്ട് അമ്മയുടെ ഫോൺ കാണുന്നതും ആകെ ഷോക്കാവാൻ. അമ്മ സത്യാവസ്ഥ അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. പക്ഷെ അമ്മയോട് എനിക്ക് കള്ളൻ പറയാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. പല തവണയായിട്ട് ഗായത്രി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴൊന്നും ഭാവന കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം സൂര്യ ഒന്ന് ചോദിക്കുന്നുണ്ട്, ആരാ ഭാവന ഫോണിൽ? അമ്മയാണ്. എന്നിട്ട് നീ ഫോൺ എടുക്കാത്ത, ഫോൺ സംസാരിക്കുക എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട്, ഞാൻ അമ്മയോടെങ്കിലും സത്യം പറയട്ടെ സൂര്യ, ഇത്രയും കാലമായിട്ട് ഞാൻ അമ്മയോട് ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. അപ്പോൾ സൂര്യ വിലക്കാണ്, വേണ്ട ഭാവന, അമ്മയോട് ആരോട് നമ്മൾ സത്യം പറയണം. ഇപ്പോൾ നമുക്ക് മാനസ പറഞ്ഞ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. അമ്മ എങ്ങാനും സേതുവേട്ടനോടോ നിന്റെ വലിയച്ഛനോടോ പറഞ്ഞാൽ പിന്നെ എല്ലാം പുറത്തായി, മീഡിയക്കാർ ഓരോന്ന് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നൊക്കെ പറയാൻ. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നമ്മൾ ആരോടും ഒന്നും പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് വലുത് മാനസയുടെ സന്തോഷമാണ്. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നമ്മുടേതാണ്. അതിനൊരു കുഴപ്പവും വരാൻ പാടില്ല. അതുകൊണ്ട് മാനസയുടെ ആഗ്രഹ പ്രകാരം നമ്മൾ എല്ലാം ചെയ്തും കൊണ്ടും അവളെ നന്നായിട്ട് കെയർ ചെയ്യണം. അവൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നീ എന്നോട് പറയണം, അത് ഞാൻ നിന്റെ കയ്യിൽ വാങ്ങിച്ചു തരും, നീ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭാവന ചോദിക്കുക, എന്തിനാ സൂര്യ അതിന്റെ ആവശ്യം? സൂര്യക്ക് തന്നെ അവൾക്ക് ആവശ്യമുള്ളത് എന്തും വാങ്ങിച്ചു കൊടുത്തൂടെ? ഇനി ഞാൻ ഇവരോട്ട് ആന്റിക്ക് ഇനി അതും കൂടി സംസാരമാക്കണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നത്, എന്റെ മനസ്സിൽ നിന്റെ ഉദരത്തിലാണ് ആ കുഞ്ഞ് വളരുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ കയ്യിൽ തരുന്നത്. ഇനി മുതൽ അങ്ങനെ വേണ്ട, നേരിട്ട് തന്നെ കൊടുക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ ഭാവന. പിന്നീട് കാണിക്കുന്നത് ഗായത്രി പല പ്രാവശ്യം വിളിച്ചിട്ടും ഭാവന ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ആകെ ടെൻഷൻ ആവാൻ കേട്ടോ. അപ്പോൾ ഭാനുവും മായും വന്നിട്ട് പറയുന്നുണ്ട്, ഒരു പക്ഷേ ഭാവന അത് കണ്ടിട്ടുണ്ടാവില്ല, കാണുമ്പോൾ അവൾ തിരിച്ചു വിളിക്കും എന്ന് പറയാൻ. അങ്ങനെ ഭാവന പറഞ്ഞെങ്കിൽ ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ അവളും ട്രൈ ചെയ്യാൻ. പക്ഷെ ഭാവന എടുക്കുന്നില്ല. ഇനി എന്തായാലും ചേച്ചി തിരിച്ച് ഇങ്ങോട്ട് വിളിക്കാതെ അമ്മ അങ്ങോട്ട് വിളിക്കണ്ട. ഒരു പക്ഷേ സത്യങ്ങളെല്ലാം അറിഞ്ഞ് അത് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചിട്ടായിരിക്കും ചേച്ചി എടുക്കാതിരിക്കുന്നത് എന്നൊക്കെ അവർ പറയാൻ. ഇനി ഈ വിവരമെങ്ങാനും അമ്പാലിയുടെ കാതിലെത്തിയാൽ പിന്നെ നാടൊട്ടാകെ അത് പാട്ടാകുമല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അവരാകെ ടെൻഷനാണ് കേട്ടോ ഗായത്രി. ഇനി ചേച്ചി വിളിച്ചില്ലെങ്കിൽ നമുക്ക് അവിടം വരെ പോയി നോക്കാം, എങ്കിൽ സത്യങ്ങളെല്ലാം അറിയാമല്ലോ എന്ന് പറയാണേ. എന്തായാലും അവൾ വിളിക്കുമോ എന്ന് നോക്കട്ടെ എന്ന് ഗായത്രിയും പറയാൻ. പിന്നീട് കാണിക്കുന്നത് രാത്രി ഭാവന ഒരു സമാധാനവും കിട്ടാതെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മാനസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഭാവന ഇവിടെ നിൽക്കുകയായിരുന്നു, ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, എന്നിട്ട് എന്താ ഫോൺ എടുക്കാത്തെന്ന് ചോദിക്കുകയാണ്. അത് വീട്ടിൽ നിന്നാണ് മാനസ, അമ്മയെല്ലാം അറിഞ്ഞിട്ട് വിളിക്കുകയായിരിക്കും, എനിക്ക് അമ്മയോട് കള്ളം പറയാനാകില്ല. അപ്പോൾ ആന്റി വിഷമിക്കില്ലേ എന്ന് ചോദിക്കേണ്ട മാനസ്. അല്പം വിഷമിച്ചാലും വേണ്ടിയില്ല, എങ്കിലും എനിക്ക് എന്റെ അമ്മയോട് കള്ളം പറയാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. എങ്കിൽ നീ ആന്റിയോടെങ്കിലും സത്യം തുറന്ന് പറ ഭാവന. അപ്പോൾ ഭാവന പറയുന്നത്, സൂര്യ കുറച്ചു നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ആരോടും ഇപ്പോൾ ഒന്നും തുറന്ന് പറയണ്ടെന്ന്, ആർക്കും എന്റെ വിഷമം അറിയണ്ടല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട ഭാവന. അപ്പോൾ മാനസ പറയുന്നുണ്ട്, ഭാവന
ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനൊന്നും ചെയ്തത്. ഇതല്ലാതെ എന്റെ മുന്നിൽ അപ്പോൾ വേറെ വഴിയില്ലായിരുന്നു. അപ്പോൾ ഭാവന ചോദിക്കുന്നത്, ഇതുകൊണ്ട് നിന്റെ അച്ഛനും അമ്മയും അടങ്ങി നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് നല്ലയാളെയാണ്. അംബാലികാന്റിയുടെ സ്വഭാവം തനിക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ അവർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്ന് ആർക്കറിയാം. അന്ന് ഭാമയുടെ പ്രശ്നത്തിന്റെ പേരിൽ ഞാൻ അവരെ തല്ലിയതാണ്. അതുകൊണ്ട് എന്തായാലും അവർ ഭാമയെ ഇളക്കി വിടാതിരിക്കില്ല. മനസ്സ് പറയുന്നുണ്ട്, ആര് വേണമെങ്കിലും എന്തു പറഞ്ഞോട്ടെ, എല്ലാം നേരിടാൻ ഞാൻ തയ്യാറാണ്. എന്തായാലും ഞാനൊരു കാര്യത്തിന് ഇറങ്ങി തുടങ്ങി. ഇനി അതിന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ അടങ്ങും. അതിന് നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയാൻ ട്ടോ മാനസ.